പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പേടിച്ചു. പുതിയ ആക്ഷൻ ട്രൈ ചെയ്തതാ. അയ്യോ മൈക്ക്. ഓക്കെ, ഇന്ന് നമ്മൾ എന്താണ് സംസാരിക്കാൻ പോകുന്നത്? എന്ത് വേണമെങ്കിൽ സംസാരിക്കാം. കോമന്റ് പറ. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ വിയേർഡ് ആയിട്ടുള്ളത്, അതല്ലെങ്കിൽ കുറച്ച് രസകരമായിട്ടുള്ള ജർമ്മൻ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. എനിക്ക് തോന്നുന്നു വ്യൂവേഴ്സ് അല്ലെങ്കിൽ കാണുന്ന ആൾക്കാർ കുറച്ച് ഒരു പിടിച്ചു തിരുത്താൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്കൊരു കൗതുകം തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അതുകൊണ്ട് എങ്ങനെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് പ്രോസ്റ്റിന്റെ അങ്ങനത്തെ കാര്യങ്ങൾ. അതായത് ജർമ്മനിയിലുള്ളതും, അതായത് നമുക്ക് നാട്ടിൽ നിന്ന് വരുമ്പോ ഒരു പുതിയൊരു അനുഭവം പ്രൊവൈഡ് ചെയ്യുന്ന സാധനങ്ങൾ. അത് കൊള്ളാം. തന്നെ ചേട്ടൻ പറയും. ഇപ്പൊ തന്നെ പോസ്റ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് അതേ തന്നെ തുടങ്ങാം. ജർമ്മനിയിൽ അന്ധവിശ്വാസം ഉണ്ടെന്ന് അറിയോ? അന്ധവിശ്വാസം ലോകം മുഴുവൻ ഉണ്ടെന്നാണ് എന്റെ ഒരു ജർമ്മനിയിൽ ഉണ്ടെന്ന് അറിയോ? അല്ല, ഈ പോസ്റ്റിനോട് തന്നെ കണക്ട് ചെയ്തിട്ടാണല്ലേ അന്ധവിശ്വാസം. അതെ. എന്താ സംഭവിച്ചാ, ഇന്ന് നാളെ കോമറ്റിന്റെ ബർത്ത്ഡേ എന്ന് വിചാരിക്കും. ഞാൻ കോമറ്റിനെ ഇന്ന് കണ്ടു, പക്ഷെ നാളെ ഞാൻ സ്ഥലത്തില്ല. അപ്പൊ ഞാൻ കോമറ്റിനോട് എന്ത് പറയും? അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ പറയും. ഒരു ജർമ്മൻകാരനോട് അത് പറയരുത്. ബാഡ് ലക്ക് വരുന്നാണ് അവരുടെ വിശ്വാസം. ബാഡ് ലക്ക് വരുന്നു. അതായത് നമ്മൾ ഒരു ദിവസം മുന്നേ, ഒരു ദിവസമല്ല, ഒരു മിനിറ്റ് മുന്നേ പറഞ്ഞാൽ സമയത്താവാതെ പറയരുത്. അതായത് ആ 12 മണി അല്ലെങ്കിൽ അതിനുശേഷം, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാലും അവർക്ക് സന്തോഷമുള്ളൂ. 2 ദിവസം നേരത്തെ സെക്കൻഡ് മുന്നേ പോലും പറയാൻ പാടില്ല ബാഡ് ലക്ക് വരുന്നത്. അത് ശരിയാണോ? എനിക്ക് തോന്നുന്നു ഞാൻ അത് എല്ലാ വിശ്വാസവും അങ്ങനെയാണോ, അത് പിറന്നാൾ മാത്രമേ ഉള്ളൂ? ബർത്ത്ഡേ ആണ് കൂടുതൽ എല്ലാവരും പറയണത്. അത് പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ വേറെ വിശ്വാസം കണ്ടിട്ടില്ല എവിടെയും. നമ്മളൊക്കെ മുൻകൂട്ടി മെറി ക്രിസ്മസ് ഒക്കെ അയക്കുമ്പോഴും വേറെ ആരും ഞാൻ എന്റെ ഓഫീസിൽ ഇതേപോലെ ഹാപ്പി ന്യൂ ഇയർ അയച്ചു. ആരും തിരിഞ്ഞ് മൈൻഡ് പോലും ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ അയച്ചു. ഞാൻ 2 ദിവസം മുന്നേ ഹാപ്പി ന്യൂ ഇയർ അയച്ചു. ഒരു ദിവസം മുന്നേ. ഓക്കെ, അപ്പൊ അത് ഭയങ്കര ഒരു കൾച്ചറൽ ഇതാണ്, കൾച്ചറൽ അന്ധവിശ്വാസമാണ്. ഇതിന്റെ ബേസ് പ്രോസ്റ്റിന്റെ സെറ്റപ്പ് എങ്ങനെയാ? അപ്പൊ നിങ്ങൾ പ്രോസ്റ്റ് ചുമ്മാ ആദ്യം തട്ടി വിട്ടതാ? അങ്ങനെയല്ല, ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ണിൽ നോക്കിട്ട് പ്രോസ്റ്റ് പറഞ്ഞില്ലെങ്കിൽ 7 വർഷത്തേക്ക് ബാഡ് സെക്സ് ഇല്ലാത്തവർക്ക് കൊറേ ഡയലോഗുകൾ അടിക്കുന്നുണ്ട്. പിന്നെ ചെയ്യേണ്ടി വരുന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് ഇനി പറയുമ്പോ കണ്ണി നോക്കി പറയാം. കണ്ണി നോക്കി പോസ്റ്റ് എന്ത് മീൻസ് ബിയർ ആണെങ്കിലും വൈൻ ആണെങ്കിലും എന്താണെങ്കിലും പോസ്റ്റ് പറയുവാണെങ്കിൽ കണ്ണി നോക്കി പറയണം. കണ്ണും കണ്ണും നോക്കി. ഇവിടെ മറ്റേ പാട്ട് വന്നത് 7 കൊല്ലത്തേക്ക്. അത് വേണ്ട, 7 കൊല്ലത്തേക്കില്ല, 7 വർഷത്തേക്കാണ് അവര് പറയുന്നത്. പക്ഷെ അതിന്റെ ടെക്നിക്ക് ഇപ്പോഴും പിടികിട്ടിട്ടില്ല. 7 കൊല്ലത്തേക്ക്. അപ്പൊ ഒരു 2 പ്രാവശ്യം അങ്ങനെ പറഞ്ഞാൽ 14 വർഷം പറയാൻ പറ്റില്ല. ചിലപ്പോ അതിന്റെ പോപ്പുലേഷൻ ഇവിടെ കുറവിന്റെ കാരണം അത് തന്നെയാണെങ്കിലോ. ഇവിടെ അതൊന്നുമല്ല. ഓക്കെ, ഇതുള്ളൂ. ഇനി അടുത്തത് വേറെ എന്താ ഉള്ളു ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ഒരു സാധനം? അന്ധവിശ്വാസത്തിൽ എനിക്ക് ആ 2 അറിയുള്ളൂ. വേറെ എന്തെങ്കിലും അറിയോ? അന്ധവിശ്വാസം കമന്റ് സെഷൻ വേറെ ഇൻട്രസ്റ്റിംഗ് അന്ധവിശ്വാസത്തിൽ പോണേ. അതെ, വേറെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ഉണ്ടാവും. പിന്നെന്താ, 2019 വന്നതാണ്. അന്ന് എനിക്ക് 22 വയസ്സ് തികഞ്ഞിട്ടില്ല. വന്നു, അത് സ്വാഭാവികം. വന്നു നേരെ ഒരു സ്റ്റുഡന്റ് ഹോം എന്ന് പറയുന്നില്ല, എന്നാലും ഒരു ഹോസ്റ്റൽ പോലത്തെ ഒരു സെറ്റപ്പ്. നേരെ പോകുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു റൂം കിട്ടി. റൂമിന്റെ തൊട്ടപ്പുറം ഒരു ജർമ്മൻകാരി. നമുക്ക് ജർമ്മൻകാരി എന്ന് മാത്രമല്ല, ആ ഹോസ്റ്റൽ ഫുള്ളായിട്ട് പെൺപിള്ളേരും ആൺപിള്ളേരും ഉണ്ട്. എനിക്ക് എന്താന്ന് അറിയില്ല, നമുക്ക് ഇത് ആദ്യമായിട്ടാണല്ലോ. നാട്ടിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മള് വീട്ടില് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മാറി നിൽക്കുമ്പോഴാണെങ്കിലും ബോയ്സ് ഒരു സെക്ഷൻ, ഗേൾസ് ഒരു സെക്ഷൻ, അങ്ങനെയാണ്. ഇത് തൊട്ട് റൂമിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ വേറൊരു പെൺകുട്ടി കിടക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ അത് ഞാനും സ്റ്റുഡന്റ് ഹോമിൽ നിൽക്കുമ്പോ ഒരു ജർമ്മൻകാരി, ഒരു ചൈനീസ് ഗേള്, പിന്നെ ഞാനും ഒരു ആന്ധ്രാക്കാരനായിരുന്നു. 4 പേര്. നമുക്ക് ആദ്യം ഒരു ഭയങ്കര ഒരു അറിയത്തില്ല അതെങ്ങനെയാണ് നമുക്ക് ആദ്യം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇതൊക്കെ എന്തോന്നുള്ളൊരു രീതി, ആ ഒരു ഭയങ്കര അഡ്ജസ്റ്റഡ് ആയിപ്പോയി. പിന്നെ എനിക്ക് ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് വിയേർഡ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം സുഹൃത്തുക്കളാണെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും, അതായത് അൺഇൻവൈറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു വീട്ടിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ
അവര് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് വരണം. അതായത് ഞാൻ അവിടെ ഉണ്ടോ, ഞാൻ ഇന്ന് ഫ്രീ ആണോ, കൂട്ടുകാരനാണെങ്കിൽ പോലും. അതായത് സർപ്രൈസ് വിസിറ്റ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഇവിടെ ഭയങ്കര കുറവാണ് ഞാൻ നോക്കിയിട്ട്. ശരിയാണ്. മറ്റേ ഒരു റീൽ എല്ലാരും കണ്ടിട്ടുണ്ടോ, നമ്മുടെ ഐശ്വര്യ റായ് വന്നിട്ട് ഒരു അമേരിക്കക്കാരനോട് പറയുന്നത്, പേര് ഞാൻ മറന്നുപോയി. It's fine to live with your parents because it's also common in India that we don't have to take appointments with our parents to meet for dinner. ഷാറുഖ് ഖാന്റെ ഒക്കെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അതായത് ആരാണെങ്കിലും അപ്പോയിന്റ്മെന്റ് എടുക്കണം, സ്വന്തം അപ്പനെ അമ്മേനെ കാണണമെങ്കിൽ പോലും. അതായത് എനിക്ക് നമ്മുടെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്രൈസ് ആൾക്കാർ ഇപ്പൊ എന്റെയൊക്കെ വീട്ടിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ അങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. അതായത് നമ്മുടെ ഫ്രണ്ട്സ് ചിലപ്പം അതുവഴി പോവുകയാണെങ്കിൽ എടാ നീ അവിടെ ഉണ്ടോ, ഞാൻ അങ്ങോട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ കയറി വന്നിട്ട് നീ ഇവിടെ ഇല്ല, അങ്ങനെയൊക്കെ നമ്മുടെ ഫ്രണ്ട്സോ കസിൻസോ ഫാമിലി മെമ്പേഴ്സ് അങ്ങനെ ആരെങ്കിലൊക്കെ വരാറുണ്ടല്ലോ. അതുവഴി പോയത് കൊണ്ട് ഇവിടെ കയറി എന്നുള്ളൊരു ഇതുകൊണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ജർമ്മനിയിൽ അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ല. എന്തും ഏതിനും അപ്പോയിന്റ്മെന്റ്. ജർമ്മനി വന്നു കഴിഞ്ഞാൽ നമ്മളും അങ്ങനെ തന്നെ. ദീപൻ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടോ എന്ന് മെസ്സേജ് അയച്ചിട്ടേ വരുള്ളൂ. നമുക്ക് ഒരു മണിക്കൂർ അല്ലെങ്കിൽ തലേദിവസം നമ്മൾ പറയണം. അതെ, ഇല്ലെങ്കിൽ ചുമ്മാ വന്നിട്ട് കാര്യമില്ലല്ലോ. ആൾക്ക് ചിലപ്പോൾ ജോലി ഉണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പൊ ജോബ് സീക്കിംഗ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ വേറെ ഇന്റർവ്യൂസ് ഉണ്ടാകാം, നമുക്കറിയില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഇവർ ആ ഒരു മീ ടൈം അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ ടൈമിന് ഭയങ്കര വാല്യൂ. പഞ്ച്വാലിറ്റി. ഓക്കെ, അടുത്ത ഇൻട്രസ്റ്റിംഗ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത പക്ഷെ പഞ്ചിലല്ലാത്തൊരു സാധനം ഉണ്ട്, ബാക്കി എല്ലാം പഞ്ചിലാണ്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മളൊരു മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ഒരു സംഭവത്തിനോ ചെല്ലുവാണെങ്കിൽ നമ്മൾ 2 മിനിറ്റ് മുന്നേ ചെല്ലുമ്പോൾ അവരെ 4 മിനിറ്റ് മുന്നേ അവിടെ ഓൾറെഡി ഉണ്ടായിരിക്കും. പക്ക ടൈമിംഗ് ആണ്, ഒരു രക്ഷയില്ല. ഞാനൊക്കെ ആണെങ്കിലും ആദ്യമായിട്ടൊരു വീട് തപ്പാൻ പോയി. വീട് തപ്പാൻ പോയപ്പോ ഞാൻ ആദ്യമായിട്ടുള്ള അനുഭവമാണ്. അതുകൊണ്ട് ജർമ്മനി അല്ലേ, നാട്ടിലൊക്കെ പഠിപ്പിച്ചപ്പോ കേൾക്കാട്ടെ ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ട് അവിടെ കറക്റ്റ് ആയിട്ട് പഞ്ചിലായിരിക്കണം, ഇതായിരിക്കണം. അതുകൊണ്ട് ഞങ്ങൾ 9:30 ആയപ്പോഴേ അവിടെ ചെന്ന് നിന്നു. 9:45 10 മണിക്കാണ് അപ്പോയിന്റ്മെന്റ്. 9:30 ആരും കാണാനില്ല. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആരെങ്കിലും ഒക്കെ കാണുന്നതാണ്. 9:45 ആരെയും കാണാനില്ല. 9:50 ആരെയും കാണാനില്ല. 9:55 എന്നിട്ടും കാണാനില്ല. 10 മണി ആകാൻ 2 മിനിറ്റ് ഉള്ളപ്പോൾ കറക്റ്റ് സമയത്ത് അവിടുത്തെ ആൾ ഇറങ്ങി വന്നിട്ട് നിങ്ങളാണോ ഇന്നയാള്, നിങ്ങൾക്കാണ് അപ്പോയിന്റ്മെന്റ് എന്നുള്ളതെന്ന് ചോദിച്ചാൽ ഇറങ്ങി വന്ന് കൊണ്ടുപോകുകയാണ് ചെയ്തത്. നമ്മളെന്നൊക്കെ പറയുമ്പോഴത്തേ നേരത്തെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. പഞ്ച്വാലിറ്റി ഇവര് ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യുന്നു. അത് ട്രെയിനും കൂടി വന്നാ മതി. അല്ല, അത് ഒരു കാലത്ത് ഉണ്ടായിരുന്നു. ഞാൻ എവിടെ കേട്ടിട്ടുണ്ട്. അല്ല, ഈ കൊറോണയ്ക്ക് അല്ലെങ്കിൽ ഇവിടെ ഒരു അല്ല, എന്നാലും നോക്ക് ഒരു നമുക്ക് വേറൊരു കാര്യം കൂടെ എന്റെ പറയാനുണ്ട്. ഇപ്പൊ പോപ്പുലേഷൻ നല്ല രീതിയിൽ ഇവിടെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിടയ്ക്ക് 2015 അല്ലെങ്കിൽ 2016 മുമ്പൊക്കെ ആണെങ്കിലും വളരെ ആൾക്കാർ കുറവായിരുന്നു. ഇപ്പൊ ആൾക്കാരുടെ എണ്ണം ഇങ്ങോട്ട് കൂടുന്തോറും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അത് എന്റെ കാഴ്ചപ്പാട് മാത്രമാണെന്ന് അറിയത്തില്ല. ഇപ്പൊ ഫോർ പക്ഷെ എക്സാമ്പിൾ എന്നാലും എനിക്ക് ആ 9 യൂറോ ടിക്കറ്റ് ടൈമിലാണ് പങ്കാളിട്ട് കുറഞ്ഞായിട്ട് പോകുന്നത്. പക്ഷെ ഇപ്പൊ ഒരുവിധം ട്രെയിനൊക്കെ കറക്റ്റ് ടൈമിൽ ആ സമയത്ത് ഒരു ട്രെയിൻ ക്യാൻസലേഷൻ മനഃപൂർവ്വം ക്യാൻസലേഷൻ ചെയ്യാറുണ്ട്. നമുക്ക് വേറൊരു 2 വീഡിയോ ചെയ്യാനുള്ള ടോപ്പിക്. വേറെ ഇൻട്രസ്റ്റിംഗ് എന്താ, നമ്മള് ആ വീഡിയോ ചെയ്യാത്ത ആരും ഇല്ല. കുപ്പി കൊണ്ടിട്ടല്ലേ ഫണ്ട് 25 രൂപയുടെ അത് ഭയങ്കര ശരിയാണ്. അത് എനിക്ക് തോന്നിയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിന്റെ എല്ലാം റീസൈക്കിൾ ചെയ്യുമല്ലോ ഇവിടെ. അതുകൊണ്ട് പൊല്യൂഷൻ കുറവാണ്. എനിക്ക് കുറച്ച് ഞാൻ എന്റെ വീട്ടിലേക്ക് വിളിച്ചോണ്ടിരുന്നപ്പോ ഞാൻ ഇങ്ങനെ കൊക്കോള കുടിച്ചിട്ട് ഞാൻ ആ കുപ്പി കളയുന്നതിന് വരെ ഞാൻ അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്റെ അടുത്ത് എന്റെ കസിൻ ചോദിച്ചു, നീ എന്തിനാ അത് കൊണ്ടുവെക്കുന്നതെന്നുള്ള രീതി ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് ഇവിടെ കൊണ്ടിട്ട പൈസ കിട്ടുന്നു. പുള്ളി എടുത്ത് വയ്ക്കുന്നത് നോക്കി, ഇത് വിറ്റാണ് എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആക്ച്വലി അങ്ങനെ വിറ്റ് ജീവിക്കുന്നവരുണ്ട് കേട്ടോ, ഇല്ലാന്നല്ല. പക്ഷെ ആ ഒരു കൺസെപ്റ്റ്, അതായത് നമുക്കത് കൊണ്ട് കളയാൻ അല്ലെങ്കിൽ അത് റീസൈക്കിൾ ചെയ്യണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പഠിപ്പിക്കുന്നത് ഒരു ഭയങ്കര നല്ല കാര്യമായിട്ട് തോന്നുന്നു. നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുന്നു, ഈ സംഭവം നാട്ടിലും കൊണ്ടുവരുവാണെങ്കിൽ ശരിയായിരിക്കും. അതും നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ ഇവിടെ അടിപൊളിയാണ്. വേസ്റ്റ് മാനേജ്മെന്റ് ഇവിടെ അടിപൊളിയാണ്. ആ തരം തിരിച്ചിടുന്ന കാര്യങ്ങൾ. പ്ലാസ്റ്റിക് എന്തൊക്കെയോ ബോട്ടിലിന് തന്നെ ഉണ്ട്. പച്ച ബോട്ടിലിന് ഒരെണ്ണം, മറ്റേ നോർമൽ വൈറ്റിന് ഒരെണ്ണം, ബ്രൗണിനും ബ്ലാക്കിനും വേറെ ഒരെണ്ണം. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചതാ. എനിക്ക് നാളെ മെഡിക്കൽ ഫീൽഡിലേക്ക് സ്വിച്ച് ചെയ്യണം തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ലാംഗ്വേജും കാര്യങ്ങളൊക്കെ അറിയുന്നെങ്കിൽ എനിക്ക് പറ്റും. അത് ഭയങ്കര ഒരു അല്ല, അത് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ മദർ ടങ്കിൽ തന്നെയാണ് ഉള്ള കോഴ്സുകളെല്ലാം. നമ്മുടെ നാട്ടിലാണെങ്കിലും മലയാളത്തില് നമ്മൾ മലയാളികളാണ്, പക്ഷെ എല്ലാം കോമൺ ലാംഗ്വേജ് ഇംഗ്ലീഷാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഡോയ്ച്ച്ലാൻഡിലെ ജർമ്മനിയില് ഫുള്ള് ജർമ്മൻ ആയിരിക്കും. എന്ത് സകലമാന കോഴ്സുകളും ജർമ്മനായിരിക്കും. അല്ല, നമ്മുടെ നാട്ടിൽ ഇപ്പൊ ബികോം പഠിച്ച ഒരാൾക്ക് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ ഒരു BA പഠിച്ച ഒരാൾക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണമെന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ വേണ്ട സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നുള്ള ഫീൽഡ് അത് പിന്നെ പറ്റുമായിരിക്കും. എനിക്കിപ്പോ ഡോക്ടർ ആവാൻ പഠിക്കണമെന്ന് ആഗ്രഹം വന്നു.
എനിക്ക് ഇവിടെയാണെങ്കിൽ അത് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ജർമ്മൻ പഠിക്കണമായിരിക്കും, ബട്ട് പോസിബിലിറ്റീസ് ആർ ദേർ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക്കാണ്. എനിക്ക് തോന്നുന്നത് ജർമ്മനിയുടെ ഒരു പ്രത്യേക ഇതാന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് കണ്ടത് ഫീസ് ഇല്ലാത്തത്. പബ്ലിക് യൂണിവേഴ്സിറ്റീസ് കംപ്ലീറ്റ് ഫ്രീ. അതുപോലെ നമ്മുടെ നാട്ടില് ഫീസ് ഉണ്ടോ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ? യൂണിവേഴ്സിറ്റി ഫീ ഉണ്ട്. അല്ല ഇന്റർനാഷണൽ, അത് കമ്പയറിംഗ് ഇന്റർനാഷണൽ ഇന്റർനാഷണൽസിനാണ് ഇവിടെ ഫ്രീ. അല്ല ഇവിടുത്തെ അത് നാട്ടിലും മറ്റേ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ കാശുണ്ടോ? എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയില്ല കേട്ടോ. ഇല്ല തോന്നുന്നുണ്ട്. ഇത് ഇവിടെ നമ്മളൊരു സെമസ്റ്റർ ഫീ അടയ്ക്കുന്നില്ലേ, കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഫീയുടെ കേസ് അങ്ങനെയായിരിക്കും. പക്ഷെ മറ്റേത് പഠിക്കാനുള്ള സ്വിച്ചിങ്, അതായത് ഒരു പ്രൊഫഷൻ മാറണമെങ്കിലോ അല്ലെങ്കിൽ ഈവൻ ജോലിയുടെ കേസ് ആണെങ്കിൽ പോലും, ഇപ്പം നമ്മളിപ്പോ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ മക്ഡൊണാൾഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കാം. എനിക്ക് നാളെ കുറച്ച് കഴിയുമ്പോൾ തോന്നുവാണ്, നാളെ തൊട്ട് ഞാൻ എനിക്ക് വേറൊരു പ്രൊഫഷൻ അല്ലെങ്കിൽ എന്റെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഇവിടെ ഭയങ്കര കൂടുതലാണ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അതായത് നിങ്ങൾ ഒരിക്കലും നമ്മളിപ്പോ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തന്നെ എന്നും ചെയ്യണം എന്ന് ഒരു നിർബന്ധം ഇവിടെ ഇല്ല. ലാംഗ്വേജ് അറിയണം, ലാംഗ്വേജ് അറിയണം, പക്ഷെ അതൊരു ഭയങ്കര മടുത്തു കഴിഞ്ഞാൽ മാറാം. ഇവിടെ ആൾക്കാർ മാറുന്നുണ്ട്. വളരെ റെയർ ആൾക്കാരാണ് ഒരേ പ്രൊഫഷൻ തന്നെ ഇങ്ങനെ ചെയ്തു പോകുന്നത്, അല്ലെങ്കിൽ അവരിടയ്ക്ക് പ്രൊഫഷൻ ചേഞ്ച് ചെയ്യുന്നു. ശരിയാണ്. ഒരു 40 വയസ്സായുള്ള ഒരു ചേച്ചിയൊക്കെ ഏതോ നഴ്സിംഗ് സ്റ്റുഡന്റ്, ഇവിടെ ഇഷ്ടംപോലെ നഴ്സിംഗ് സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അപ്പൊ അവര് വിളിക്കുമ്പോ പറഞ്ഞേക്കാം അവരുടെ ക്ലാസ്സിൽ തന്നെ 30 വയസ്സായ 40 വയസ്സായ. അല്ല, എന്റെ ഫ്രണ്ടിന്റെ ക്ലാസ്സിൽ 66 വയസ്സുള്ള ഒരു ആളുണ്ടായിരുന്നു. ഇത് നഴ്സിംഗ് പഠിക്കാനായിട്ടോ? അല്ല, മാസ്റ്റേഴ്സ് ചെയ്യ പുള്ളി. അടിപൊളി. ഹെൽത്ത് കെയർ മാനേജ്മെന്റിൽ പുള്ളി മാസ്റ്റേഴ്സ് ചെയ്യുകയാണ്. അത് ഭയങ്കര. പിന്നെ ഞാൻ ജർമ്മനിയിൽ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഉള്ളവര് ഒരു കാര്യം പഠിക്കുവാണെങ്കിൽ ഭയങ്കര ഇൻ ഡെപ്ത് ആയിട്ട് പഠിക്കും. നമ്മള് പരീക്ഷയ്ക്ക് ജയിക്കാൻ ഞാനൊക്കെ പരീക്ഷയ്ക്ക് ജയിക്കുന്ന ആൾക്കാരാണ് ഇവിടെ മുഖ്യ ആൾക്കാർ. പക്ഷെ അവരൊരു കാര്യം, ഇപ്പൊ നമുക്കൊരു ടോപ്പിക് എന്താണെങ്കിലും, ഇപ്പൊ ഒരു സ്റ്റിച്ച് ബോളിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അവർ ആ സ്റ്റിച്ച് ബോൾ എങ്ങനെ ഉണ്ടാക്കിയത് തൊട്ട്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഫുൾ ഹിസ്റ്ററി കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷമാണ് അവർ അതിലേക്ക് വരുന്നത്. അത് ഭയങ്കര കീനായിട്ട് പഠിക്കാനൊക്കെ. പിന്നെ ഞാൻ കണ്ടൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയാം. അതായത് ഇവിടെ പഠിക്കുന്ന പിള്ളേർക്ക്, ഞാനത് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന പിള്ളേരെ കണ്ടിരിക്കുന്നത്. അതായത് അവർക്ക് പഠിക്കാൻ ലാപ്ടോപ്പ് ഇല്ലെങ്കിൽ കോളേജ് ലാപ്ടോപ്പ് പ്രൊവൈഡ് ചെയ്യും. അതും ഐപാഡ് പ്രൊവൈഡ് ചെയ്യും. അതായത് അവർക്ക് നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന പോലെ ഇത് ഇന്ന സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ല, കംപ്ലീറ്റ് ഫ്രീ ആയിട്ടുള്ള, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കണം, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. അത് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാനൊന്നും പഠിക്കുന്ന സമയത്ത് എനിക്ക് ലാപ്ടോപ്പ് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ലാപ്ടോപ്പ് ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇവിടെയുള്ള ലാപ്ടോപ്പ് ഇല്ലാതെ ഒരുപാട് പിള്ളേരുണ്ട്. അവർക്ക് ഈ ഒരു സംഭവം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഞാനത് കണ്ടിരിക്കുന്നത് മെയിൻ ആയിട്ട് ഹൗസ് ബിൽഡിങ്ങിനാണ്. ഹൗസ് ബിൽഡിങ്ങിന് പഠിക്കുന്ന പിള്ളേർക്ക് ഐപാഡ് അവരുടെ കോളേജിൽ സാധനങ്ങളെ പഠിപ്പിക്കൂ, ആവശ്യമില്ലാത്ത സാധനങ്ങൾ പഠിപ്പിക്കത്തില്ല. നമ്മുടെ നാട്ടിലിങ്ങനെ ഇന്റഗ്രേഷൻ, പിന്നെ പയ്യ മറ്റേ ഇന്റഗ്രേഷൻ എനിക്ക് ഇതുവരെ യൂസ് അല്ല, മറ്റേ ഇങ്ങനെ നോക്കണതിന്റെ സാധനം ഉണ്ടല്ലോ, എന്തോ ഡിഫറൻഷ്യൽ ടാനോ കോസോ സൈന്, അതൊക്കെ ഉപകാരങ്ങൾ ഉണ്ടാവും കേട്ടോ. നമുക്ക് ഉപകാരമില്ല, അറിയാവുന്നവർക്ക് ഉപകാരങ്ങളുണ്ട്. നമുക്ക് ഉപകാരം ഉണ്ടാവും എനിക്കറിയാം, ഉപയോഗിച്ചിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. ഫ്യൂച്ചറിൽ അത് എഞ്ചിനീയറിംഗിനൊക്കെ ഉപയോഗിക്കണാണോ അതോ മാത്സിന്റെ നമുക്കറിയത്തില്ല. ഹൈ ലെവൽ. പിന്നെ ഒരുപാട് കോഴ്സസ് ഇവിടെ കിട്ടും, ചവറ് കണക്കിന് കോഴ്സസ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു ടോപ്പിക്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. ലോകത്ത് നാച്ചുറൽ കമ്പ്യൂട്ടർ സയൻസോ അങ്ങനെ ഞാൻ ഇങ്ങനെ നാച്ചുറൽ കമ്പ്യൂട്ടർ സയൻസ് സയൻസോ അങ്ങനെ എന്തൊരു സംഭവം. അതായത് അതായത് നാച്ചുറലും കമ്പ്യൂട്ടറിനെയും അല്ലെങ്കിൽ ടെക്നോളജി വേൾഡിനെയും കണക്ട് ചെയ്യുന്ന ഒരു സെറ്റപ്പ്. അങ്ങനെയൊക്കെ ഒരു കോഴ്സ് ഉണ്ട് ഇവിടെ. അത് എനിക്കും അതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഞാൻ ആ കോഴ്സ് അങ്ങനെ ആദ്യമായിട്ട് കേൾക്കുന്നത്. അതുപോലെ പിന്നെ റീസൈക്കിൾ എനർജി, റിന്യൂവബിൾ എനർജി, റീസൈക്കിൾ എനർജി, റിന്യൂവബിൾ എനർജി. നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ സോളാറിന് പക്ഷെ അതൊരു കോഴ്സ് ആയിട്ടുണ്ടോ? അങ്ങനെ കോഴ്സ് ഇല്ല, എനിക്കറിയത്തില്ല. ഞാൻ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നു. നമുക്ക് പ്രധാനമായിട്ടും BSc, BTech, എഞ്ചിനീയറിംഗ്. എൻഡ് ഓഫ് ദി ഡേ എല്ലാവരും എഞ്ചിനീയേഴ്സ്. ശരിയാണ്. ഒരു കോളേജിൽ പോയി ചെന്നാൽ ഇത്ര ഒരു ലിമിറ്റഡ് കോഴ്സേ ഉള്ളൂ. അല്ലാതെ വെറൈറ്റി കോഴ്സ് പഠിക്കും. ഞാനൊരു കോഴ്സ് കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വാട്ടർ മാനേജ്മെന്റ് പറഞ്ഞൊരു കോഴ്സ് ഉണ്ടായിരുന്നു നാട്ടില്. അത് ഭയങ്കര ഒരു യുണീക്ക് കോഴ്സ് ആയിരുന്നു. എനിക്ക് അഡ്മിഷൻ കിട്ടി, പക്ഷെ ഞാൻ പോയില്ല. പക്ഷെ വാട്ടർ മാനേജ്മെന്റ് എന്നൊരു കോഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഫീൽഡിൽ തന്നെ ജോലി കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കോഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ നല്ല ഇറച്ചി വെട്ടാനായിട്ട് നമ്മളെങ്ങനെയാ, അല്ലെങ്കിൽ മുടി വെട്ടാനായിട്ട് നമ്മളെങ്ങനെയാ. പക്ഷെ ഇവിടെ ഒരു കോഴ്സ് ഉണ്ട്. ഇവിടെ കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് ചെയ്തവർക്ക് ചെയ്യാനുള്ള അനുവാദമുള്ളൂ. പാരമ്പര്യമായി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ വേണ്ട മറ്റേ ഗാർഡനിങ് വർക്ക്,
ഗാർഡൻ വർക്ക് അല്ല നമ്മുടെ ഈ മുമ്പിലത്തെ ഇതൊക്കെ ഡിസൈൻ ഒക്കെ ചെയ്യില്ലേ ഓരോരോ ഗാർഡൻ ഡിസൈൻ ചെയ്ത് ഡിസൈൻ ചെയ്തു. അതിനോട് കോഴ്സ് ഉണ്ട്, അതിനിവിടെ കോഴ്സ് ഉണ്ട്, കോഴ്സ് ആയിട്ട്. അങ്ങനെ ചെയ്യണവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് സ്കില്ലുണ്ട് വെട്ടാൻ, നടക്കൂല. അവിടെ ഞാൻ പോയി പോയി പഠിച്ച് ഇറങ്ങണം. നിങ്ങളുടെ ഐറ്റം വേണം കയ്യിൽ. ലൈസൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കമ്പനി തുടങ്ങാൻ ഉള്ള ആൾക്ക് ആ സാധനം വേണ്ടു, പിന്നെ അയാൾക്ക് ഇഷ്ടമുള്ളവർ എടുക്കാൻ തോന്നുന്നു. അങ്ങനെ എന്തൊക്കെ ഉണ്ട്, നമുക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. ബാർബർ ഷോപ്പ് തുടങ്ങണമെങ്കിൽ ഇത് പഠിച്ചിട്ടുള്ള ഒരാൾക്കെ തുടങ്ങാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ഫാർമസി നാട്ടിൽ തുറക്കുന്ന പോലെ അതെ അതെ അതെ. മെഡിക്കൽ ഷോപ്പ് തുറക്കണമെങ്കിൽ ബി ഫാം പഠിച്ചവരെ മെഡിക്കൽ ഷോപ്പ് തുറക്കാൻ പറ്റുള്ളൂ. പണിയെടുക്കുന്ന ആരും പണിയെടുക്കാൻ.